ഹായ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ രാവിലെ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ചുങ്കക്കുന്ന് ഫാത്തിമ മാതാ ഫൊറോന പള്ളിയിലാണ് പോയത്. ഇന്നലെ ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു, ഞാനും കൊച്ചും കൂടെ. അപ്പം രാവിലെ ഞങ്ങളെല്ലാവരും കൂടെ നമ്മുടെ പള്ളിയിലാണ് പോയത്. അപ്പോൾ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കുഞ്ഞാപ്പി ഇത്തിരി വഴക്കായിരുന്നു. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ പുറത്തിറങ്ങി നിന്നപ്പോൾ അവന് അവിടെ ഫുൾ ഓടിക്കളിയും പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പോൾ കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കാറിൻ്റെ അടുത്തേക്ക് പോയി. ഇപ്പോൾ താഴെയാണ് ഞങ്ങളെ വണ്ടി നിർത്തിയിട്ടേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ കയറിയപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. പള്ളിയുടെ അടുത്ത് തന്നെയാണ് നമ്മുടെ വീട്. അതുകൊണ്ട് ഞങ്ങൾ വണ്ടിക്ക് പോകുമ്പോൾ അത്രയും ദൂരം അവന് ഫ്രണ്ടിലിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ ഞങ്ങൾ അവനെ ഫ്രണ്ടിൽ ഇരുത്താറേ ഇല്ല. അപ്പം ഇത്ര അടുത്തല്ലേ, അത്രയും പോയാൽ മതിയല്ലോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ അവനെ ഫ്രണ്ടിലിരുത്തിയേക്കുക. അപ്പം അവന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് പോകും. പുറകിലിരിക്കുമ്പോൾ അങ്ങനെ കാഴ്ചയൊന്നും കാണാൻ പറ്റുമല്ലോ. അതുകൊണ്ട് അവൻ്റെ സീറ്റയിലിരുത്തുന്നൊന്നും അവന് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ അവനെ കുറച്ച് നേരത്തേക്ക് ഫ്രണ്ടിലിരുത്തിയതാണ്. അപ്പം നമ്മളിതാ നമ്മുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പം ഇന്ന് ചായ കുടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇന്ന് ഞങ്ങൾ തലശ്ശേരി വരെ പോവുക. അപ്പം അടുത്ത മാസം ഞങ്ങളുടെ ചേച്ചിയുടെ കല്യാണമാണ്. അപ്പോൾ അതിന് ചേച്ചിയുടെ ഡ്രസ്സും എൻ്റെയും അമ്മയുടെയും ഏകദേശം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഓൾറെഡി. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ ആണുങ്ങളുടെ എല്ലാവരുടെയും ഡ്രസ്സ് പർച്ചേസും പിന്നെ ഗോൾഡ് എടുക്കലും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ തലശ്ശേരിക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഞങ്ങൾ കുഞ്ഞാവ ഉറങ്ങുമായിരുന്നു. അപ്പോൾ അവനെ ഉണർത്താതെ തന്നെ ഒരുക്കിയിട്ട് വണ്ടിയെ കയറ്റിയിരിക്കുക. ഞങ്ങളെ അപ്പം നമ്മൾ ആദ്യമായിട്ട് പോയത് ഗോൾഡ് പർച്ചേസിങ്ങിനായിരുന്നു. അപ്പം അവരതിൻ്റെ ഡിസ്കഷനിൽ നടന്നുകൊണ്ടിരിക്കുക. കുഞ്ഞാപ്പിയാണെങ്കിൽ അവിടെ ഓടി നടന്നിട്ട് ഓരോ പരിപാടി ഒപ്പിച്ച് വെക്കുന്നു. അപ്പോൾ അവൻ്റെ കളി കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെയുള്ളവർ അവന് ബലൂണൊക്കെ കൊണ്ട് കൊടുത്തു. അപ്പം അതേ പുതിയ ബലൂണൊന്നുമില്ല. അപ്പം നമ്മളുടെ ഗോൾഡ് പർച്ചേസിങ് ഒക്കെ ഏകദേശം കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ അടുത്തതായിട്ട് ഡ്രസ്സ് എടുക്കാനാണ് പോകുന്നത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇവരെന്നെ കുറേ കളിയാക്കുന്നൊക്കെ ഉണ്ടേ. കാണിക്കല്ലേടാ വെറുതെ, നിനക്കൊന്നും വേണ്ടല്ലോ. നിനക്ക് സാരി കച്ചവടം ഉണ്ടല്ലോ, അപ്പൊ സാരി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളൂ. ഞാൻ ചുരിദാർ തുടങ്ങല്ലേ ചേട്ടാ? ചുരിദാറോ തുടങ്ങിക്കോ, വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ. നീ നേരെ കൂത്തറമ്പ് പിടിക്കുക. എനിക്ക് കോട്ട കണ്ട ഷെഡിയാ പഠിച്ചു, നിനക്കതില്ലേ? എനിക്കുണ്ട്. എടാ, നിങ്ങൾ അവിടെ ഷർട്ട് വല്ലതും നോക്കുന്നു? സാധാരണ എല്ലാവരും പറയും പെണ്ണുങ്ങളുടെ ഷോപ്പിങ്ങിന് കൂടെ പോയിട്ടുണ്ടെങ്കിൽ പോസ്റ്റ് ആവുമെന്ന്. ഇപ്പം ഇവരുടെ ഷോപ്പിങ്ങിൽ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ പോസ്റ്റ് ആയിട്ട് ഞാനും അമ്മയും കൊച്ചും കൂടെ ഇങ്ങനെ ഇരിക്കുക. അപ്പം നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലൊക്കെ എത്തി. എല്ലും കപ്പം നമ്മൾ പാഴ്സൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിച്ച് ഇരിക്കുക.
ഇവിടെ റീലെടുക്കുന്നത് കാണുന്നുണ്ടോ? നല്ല നോറ. അവൻ അവൻ്റെ ഉറക്കം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അമ്മയും പപ്പയും കിടക്കുന്നതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് അവരെ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്ന തിരക്കിലായിപ്പം. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ചേച്ചി വീഡിയോ കോൾ ചെയ്ത് അവരൊക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നേ. അപ്പം ഞങ്ങളുടെ കല്യാണ പെണ്ണിനെ ആരും കണ്ടില്ല എന്ന് പറയരുത്. ഇതാണ് നമ്മുടെ കല്യാണ പെണ്ണ്. ചേട്ടായിയുടെ ബിസിനസ്സിൻ്റെ എന്തോ കാര്യത്തിന് വേണ്ടി 2 ദിവസത്തേക്ക് ഇവിടെ ഉണ്ടാകത്തില്ല, കൊച്ചിക്ക് പോവുക. അതുകൊണ്ട് ആ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഈ യാത്ര പറയുന്ന സങ്കടകരമായ കാഴ്ചയാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത്. ബിസിനസ് ട്രിപ്പ് ആയതുകൊണ്ടോ നിന്നെ കൂട്ടാത്തെ? അപ്പോൾ പപ്പേനെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് ഞങ്ങളിങ്ങനെ ബാൽക്കണിയിൽ കുറച്ച് നേരമൊക്കെ കളിച്ച് ഇങ്ങനെ ഇരിക്കുക. അമ്മ കൊണ്ടുവന്നു മുത്തമ്മ. Those times your mind Vaikare outside, out window, and shed and violation, and then ജർമ്മനാണ് കേട്ടോ. ഡാൻസ് കളിച്ചാ ഐസ്ക്രീം തരുന്നില്ല. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ എല്ലാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.